പണ്ടൊക്കെ അലാറത്തിന്റെ സൗണ്ട് കേട്ടിട്ടാണ് പ്രവാസികൾ പ്രവാസ ലോകത്ത് എണീച്ചതെങ്കിൽ ഇന്ന് ഈ ഒരു അലേർട്ട് സൗണ്ട് കേട്ടിട്ടാണ് പ്രവാസികൾ എണീക്കുന്നത്. ആദ്യമൊക്കെ വളരെ പേടിയും ഭയവുമായിരുന്നു. എന്നാൽ പോകെ പോകെ ആ അലേർട്ട് സൗണ്ട് എല്ലാവർക്കും ഒരു ശീലമായി. ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം നടന്ന സമയത്ത് ഗൾഫ് രാജ്യങ്ങളിലോട്ട് മിസൈലുകൾ ഇറാനെ വർഷിച്ചതോടുകൂടി GCC രാജ്യങ്ങളിലുള്ള താമസിക്കുന്ന സ്ഥിര താമസക്കാരായ പൗരന്മാരുടെ ഫോണുകളിലോട്ട് ഒരു അലേർട്ട് സൗണ്ട്, ഒരു അലേർട്ട് മെസ്സേജ് വരും. നിങ്ങൾ സേഫായ സെക്യൂർഡായ സ്ഥലങ്ങളിലോട്ട് മാറി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജാണിത്. ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്ന സമയത്ത് പെട്ടെന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്, ഈ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഫോൺ നിലത്ത് വീണ് പൊട്ടി. ഈ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ് എൻ്റെ അടുത്ത്. ഈ ഒരു യുദ്ധം കാരണം പലർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രവാസികളായ പലരുടെയും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലരെ താൽക്കാലികമായി ഒരു നിശ്ചിത സമയത്തേക്ക് കമ്പനികൾ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നുമുണ്ട്. GCC രാജ്യത്ത് നടക്കുന്ന എന്തു ചെറിയ പ്രശ്നമാണെങ്കിലും അത് കൂടുതലായിട്ടും നമ്മെ ബാധിക്കുക നമ്മുടെ കേരളത്തിൽ തന്നെയായിരിക്കും. കാരണം GCCയെ ആശ്രയിച്ചാണ് ഇന്ന് കേരളം ഒരു 50% മുന്നോട്ട് പോകുന്നത്. നിലവിലുള്ള ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളും മാറി എത്രയും പെട്ടെന്ന് പഴയ ആ നല്ല കാലം വരട്ടെ എന്ന് മനസ്സുരുകി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം.